നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും ശക്തിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് എല്ലുകളുടെയും സന്ധികളുടെയും ആരോഗ്യം. ഇന്നത്തെ ജീവിതശൈലിയുടെ കാരണത്താൽ ചെറുപ്പക്കാരിൽ പോലും സന്ധിവേദന, മുട്ടുവേദന, ശരീരത്തിന്റെ തളർച്ച തുടങ്ങിയ പല പല രോഗാവസ്ഥകൾ കണ്ടുവരുന്നു. ഈ സാഹചര്യത്തിൽ എല്ലുകളുടെയും സന്ധികളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ പോഷണങ്ങൾ ഭക്ഷണത്തിലൂടെ ശരീരത്തിന് ലഭ്യമാക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ആവശ്യമാണ്. ദൈനംദിന ജീവിതത്തിലെ ഭക്ഷണക്രമത്തിലൂടെ കാൽസ്യം ശരീരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ ദൗത്യമാണ്. അവിടെയാണ് കാൽസ്യം റിച്ചിന്റെ പ്രസക്തി. തിരഞ്ഞെടുക്കപ്പെട്ട, അതായത് ഇളം ആടുകളുടെ എല്ലും മജ്ജയും ഉപയോഗിച്ച് ആയുർവേദത്തിന്റെ ഗുണവും കൂടെ ചേർത്ത് ശരീരത്തിന്റെ പൊതുവായ ആരോഗ്യത്തിനും എല്ലുകളുടെയും സന്ധിയുടെയും ഉത്തമമായ ആരോഗ്യത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതാണ് കാൽസ്യം റിച്ച്. കാൽസ്യം റിച്ചിന്റെ പ്രാധാന്യം എന്തെന്നാൽ, നമ്മുടെ എല്ലിന്റെ ആരോഗ്യം നിലനിർത്താൻ കാൽസ്യത്തിനോടൊപ്പം പ്രോട്ടീനും മറ്റു ധാതുക്കളും വളരെ പ്രധാനമാണ്. കാൽസ്യം റിച്ച് ഒരു ന്യൂട്രീഷ്യസ് ബോൺ ബ്രോത്ത് എന്ന നിലയിൽ നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. എല്ലുകളുടെയും സന്ധിയുടെയും ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും രോഗശേഷം ശരീരത്തിന്റെ പഴയ ആരോഗ്യം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മുട്ടുവേദന, സന്ധിവേദന തുടങ്ങിയ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ ഡോക്ടറുടെ നിർദ്ദേശത്തിനനുസരിച്ചും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നവർക്കും അങ്ങനെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരേക്കും ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ന്യൂട്രീഷ്യസ് ബോൺ ബ്രോത്ത് ആണ് കാൽസ്യം റിച്ച്. എന്നാൽ ഇത് ഒരു രോഗത്തിനുള്ള മരുന്നോ ചികിത്സയ്ക്ക് പകരമോ ആവുന്നില്ല. ആയതിനാൽ രോഗാവസ്ഥയുള്ളവർ ഇതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം. അടുത്തതായി എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയം കാൽസ്യം റിച്ച് എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ്. പാക്കറ്റിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരം തയ്യാറാക്കി ചൂടോടുകൂടി തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്ന അളവിലേക്ക് ചൂടുവെള്ളവും ഉപ്പും കുരുമുളകും ചേർത്ത് ആവശ്യമെങ്കിൽ നെയ്യിൽ ഉള്ളി മൂപ്പിച്ച് ചേർത്ത് ഉച്ചഭക്ഷണത്തിന് മുമ്പ് സൂപ്പായി കഴിക്കാവുന്നതാണ്. ഒരിക്കൽ പാക്കറ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ്. റെഗുലറായി ഉപയോഗിക്കുന്നവർ 10 മുതൽ 15 ml വരെ ഉപയോഗിച്ചാൽ മതിയാവും.